ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഞാനൊരു ആമുഖമൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മളൊരു സൂര്യകാന്തി പാടത്താണുള്ളത്. അംബാലയിലെ ഒരു സൂര്യകാന്തി പാടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിവിടത്തേക്ക് വൈകുന്നേരമാണ് കേട്ടോ വന്നത്. നല്ല വെയിലായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദൈവം സഹായിച്ച് മഴ പെയ്തില്ല. നല്ല രീതിയിൽ തന്നെ ഇത് കാണാൻ പറ്റി. സൂര്യകാന്തിയൊക്കെ നല്ല ഭംഗിയിൽ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. അടിപൊളി വൈബായിരുന്നു കാണുന്ന സമയത്ത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൂവൊക്കെ പറിക്കുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് തന്നെ എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് പറിച്ച് കളയാനുള്ളൊരു മനസ്സുണ്ടായില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു, പറയാനില്ല, വാക്കുകളില്ല ഇത് പറയാനായിട്ട്. അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും സൂപ്പറായിരുന്നു ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. പൂക്കളൊക്കെ ഇതെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്നു, നിങ്ങൾ നോക്കിയേ, ഈ ഭാഗത്തുള്ള പൂക്കളുടെ പ്രത്യേകത കണ്ടോ, നമ്മളോട് പിണങ്ങി നിൽക്കുന്ന പോലെ അങ്ങോട്ട് നോക്കി. അതായത് സൂര്യൻ എവിടെയാണുള്ളത് ആ ഭാഗത്താണല്ലോ നമ്മുടെ സൂര്യകാന്തി ഉണ്ടാവുക. അപ്പോൾ അവർ നമ്മളോട് പിണങ്ങി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക, ഫോട്ടോസ് സ്വന്തമായി എടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എന്നേക്കാളും വലിയ ചെടിയായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ വീട്ടിലൊക്കെ പണ്ടൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ സൂര്യകാന്തി വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ട്സും കൂടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പണ്ടൊക്കെ വീട്ടിലൊക്കെ വളർത്തുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് വലിയ പൂക്കളാണ്. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ഇതൊക്കെ ഇതിൻ്റെ മീഡിയം സൈസാണ്. ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ വിളവെടുക്കാനായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ കാവൽക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആരെങ്കിലും വന്നിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടമല്ലേ. അതുകൊണ്ട് 2 പിള്ളേർ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. അവർക്ക് കാവൽ നിൽക്കാനായിട്ട് ഒരു ചെറിയൊരു ഷെഡൊക്കെ ഉണ്ട് ഇവിടെ. ഷെഡ് എന്ന് പറയാൻ പറ്റില്ല, നല്ല സെറ്റപ്പ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു. ഇവിടുന്ന് മാറാൻ തോന്നില്ല, കാരണം ഏറ്റവും വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലം, നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം അപ്പുറത്തെ ഭാഗത്തുള്ളൊരു നമ്മളോട് പിണങ്ങി നിൽക്കുന്ന പോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വ്യൂ തരുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊരു പുതുമയാർന്നൊരു കാഴ്ച തന്നെയാണ്. കാരണം ഇങ്ങനൊരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ പാടത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ളതാണ് കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെയാണ് അവിടെയുള്ള ആ കാവൽക്കാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ പറഞ്ഞു നമ്മളോട് അകത്തേക്ക് ഇതിപ്പം വിളവെടുക്കാനായില്ല, അകത്തേക്ക് വിളവെടുക്കാനായിട്ടുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ പാകിയതായിട്ട് ജസ്റ്റ് പൂവുണ്ടായ അതുപോലുള്ള ചെറിയ സസ്യങ്ങളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ പോകണം. പിന്നെ സേഫ് ആണോന്നും നമ്മൾ അറിയണമല്ലോ. ആൾപ്പാർപ്പ് എന്താ പറയുക ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജെൻസ് മുന്നിൽ പോയിട്ട് ചെക്ക് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് നല്ല കട്ടിയുള്ള, അതായത് നമ്മളെ ഭാഷയിൽ പറയും നല്ല മൂത്തത് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ കാണാൻ പറ്റിയത്. നല്ല കട്ടിയുണ്ട്. നടക്കുന്ന സമയത്ത് നമ്മളൊരു പാടവരമ്പത്തൂടെ പോകുന്നൊരു പ്രതീതിയായിരുന്നേ. 2 ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക സസ്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ നടുക്കേ കൂടി ഇങ്ങനെ പോവുക. അതുപോലെ ഈ സൺഫ്ലവറിൻ്റെ ഉണങ്ങിയ ഭാഗം എന്ന് പറയുന്നത് നല്ല വെയിറ്റ് ഉണ്ട് അതിന്. നമ്മൾ ഒരാൾ പിന്നിൽ നടക്കുകയാണെങ്കിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ ആ മറ്റേ ആളുടെ മേത്തേക്ക് പോയി അടിക്കും. അത് അത്രക്കും വെയിറ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു സ്റ്റെം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ ചീര എങ്ങനെയാണോ അതുപോലെയുണ്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞവൻ. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, വളരെ വെയിറ്റാണിത്. ഇതിപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് കൈ കൊണ്ട് തട്ടിയിട്ട് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ ആളുടെ ദേഹത്തിടിച്ച് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. എനിക്ക് 2-3 അടി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏട്ടൻ പറഞ്ഞു ഈ ഒരു ഭാഗമാണ് ഇതിന് സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തരികയാണ് ഈ ഒരു സാധനമൊക്കെ. ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇതൊക്കെ വേസ്റ്റ് അല്ലേന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതിന് യൂസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇങ്ങനെ എടുത്തു. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാതെ പോകാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. കാരണം എത്രത്തോളം ഫോട്ടോ എടുക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു എന്താ പറയുക സാഹചര്യം ഉണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ. മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അത്.
പിന്നെയും നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ പാകിയ പാടുള്ള പോലത്തെയാണ്, അതായത് പൂവ് ഇട്ട പാടുള്ളത്. ഈ പൂവ് ഒരുപാട് കാലം നിൽക്കും തോന്നുന്നു, കാരണം ഇതൊക്കെ ചെറിയ പൂക്കളാണ്. ഈ ഒരു പൂവാണ് വലിയ രീതിയിൽ വലുതായിട്ട് കാണാൻ പറ്റുന്നത്. അത് പിന്നെയും നമ്മൾ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതാ പിന്നെയും കുറേ, അതായത് ഏക്കർ കണക്കിനുണ്ട്. പിന്നെ നമ്മൾ അധികം ഉള്ളിലേക്ക് പോകാൻ ശ്രമിച്ചില്ല, കാരണം വെറുതെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ആണല്ലോ ഉണ്ടാവുകയെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ദൂരത്തോട്ടൊന്നും പോയില്ല. കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ നിന്നു, കുറേ സമയം കുട്ടികളായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തു. മക്കൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു അനുഭവമായിരുന്നു, കാരണം ഇവരൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നവരാണല്ലോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കാവൽക്കാരുടെ ഷെഡ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് കാണാൻ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ, ഉള്ളിൽ തീരെ വൃത്തിയൊന്നും ഇല്ല. പിന്നെ ഇവിടെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പകലും രാത്രി ഷിഫ്റ്റായിട്ടാണെന്ന് തോന്നുന്നു, കാരണം 24 hours ഇവിടെ ആൾ വേണ്ടി വരും. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ വിസിറ്റേഴ്സ് വന്നിട്ട് നശിപ്പിക്കാനോ അല്ലെങ്കിൽ പൂ പറിച്ച് കൊണ്ടുപോകാനോ പിന്നെ ആരെങ്കിലും അതിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ, നമ്മളെ പോലെ ഫോട്ടോ ഭ്രാന്തന്മാരുണ്ടാവുമല്ലോ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഫുൾ നാശമാവില്ലേ. അതുകൊണ്ട് കണ്ടില്ല എന്തൊരു ഭംഗിയാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടായിട്ടില്ല, അപ്പോഴേക്കും കുറച്ച് ലേറ്റായി. പിന്നെ ഇവരൊക്കെ എന്താ പറയുക ജെൻസൊക്കെ പറഞ്ഞ് പോവാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു കാളവണ്ടി വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ കാളവണ്ടി തന്നെയാണെന്ന് തോന്നുന്നു, കാളവണ്ടി തന്നെ. അവിടെ ഇങ്ങനെയാണ് കേട്ടോ, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അതിൻ്റെ അടിയിലുള്ള സീന് കണ്ടോ, പട്ടിയാണ് അടിയിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുവന്ന്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇവിടെയുള്ളവർ പുല്ലും കാര്യങ്ങളൊക്കെ മാക്സിമം ഇവർ ഇങ്ങനത്തെ വാഹനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ടും നമ്മൾ നിർത്തിയില്ല ഫോട്ടോഷൂട്ട്, ഇതാ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എന്താ പറയുക, തിരിച്ചു പോകാൻ തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഇനിയും ഒരു പ്രാവശ്യം കൂടി വരണം എന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഇവിടുന്ന് തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യകാന്തി പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. താങ്ക്